പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അലീന ബാലചന്ദ്രനോട് പറയുന്നുണ്ടായിരുന്നല്ലോ, ഇന്ന് ഞാൻ ആരാണെന്നും സാറിൻ്റെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം എന്താണെന്നും എനിക്കറിയാമെന്ന്. അപ്പോൾ ബാലേന്ദ്രൻ നിനക്കറിയില്ല എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. അവിടെയാണല്ലോ ഇന്നലത്തെ എപ്പിസോഡ് അവസാനിച്ചത്. അപ്പോൾ ഇന്ന് ബാലേന്ദ്രൻ അലീനയോട് പറയുന്നുണ്ടായിരുന്നു, നീ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒരു ചെറിയ കുട്ടിയാണ്, ഇന്നലെ പിറന്ന് വീണ ഒരു ശിശുവാണ് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, അതാവുമ്പോൾ ഇങ്ങനെ വെറുതെ ഇരുന്ന് കരഞ്ഞാൽ മതിയല്ലോ, വേണ്ടതൊക്കെ കിട്ടുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിനക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ വാങ്ങിച്ചു തരാം, നിനക്കതൊന്നും കിട്ടിയിട്ടില്ലല്ലോ, അച്ഛൻ്റെ സ്നേഹവും അതുപോലെ തന്നെ ആഗ്രഹിച്ച സമയത്ത് അതൊന്നും കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറയും. അപ്പോൾ അതൊക്കെ എന്താ വേണ്ടതെന്ന് ഞാൻ പിന്നെ പറയാം, എനിക്ക് അടുക്കളയിൽ ഒരുപാട് ജോലിയുണ്ട് എന്ന് പറയും കേട്ടോ. അത് പറഞ്ഞ് പോകാൻ നിൽക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, ഇന്ന് മുതൽ ഈ സാറെ വിളി നിർത്തിക്കോണം, എൻ്റെ 3 മക്കളും എന്നെ എങ്ങനെയാണോ വിളിക്കുന്നത് അതുപോലെ അങ്ങ് വിളിച്ചാൽ മതി എന്ന് പറയും കേട്ടോ. അപ്പോൾ എന്താ വിളിക്കേണ്ടത് എന്നിങ്ങനെ അലീനയോട് ചോദിക്കുമ്പോൾ അച്ഛ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അങ്ങനെ വിളിച്ചാൽ മതി എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ അലീന അവിടെ നിന്ന് അങ്ങ് പോകും കേട്ടോ. അപ്പോൾ ബാലേന്ദ്രനാണെങ്കിലും പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അലീന അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. അവിടെ വാതിലിൻ്റെ അവിടെ മറഞ്ഞ് നിന്നിട്ട് അച്ഛാ അച്ഛാ എന്നിങ്ങനെ വിളിക്കും കേട്ടോ. അത് കേൾക്കുമ്പോൾ ബാലേന്ദ്രന് നല്ല സന്തോഷമാവുന്നുണ്ട്. എന്നിട്ടാണ് വീണ്ടും വാതിലിൻ്റെ അവിടെ നിന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, അച്ഛൻ എന്താ കഴിക്കാൻ വേണ്ടത്, ദോശ വേണോ, ഇഡ്ഡലി വേണോ, ഇടിയപ്പം വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ പറയും, എല്ലാം ഓരോരോ പ്ലേറ്റ് പോന്നോട്ടെ എന്നിങ്ങനെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് ഇങ്ങനെ തമാശയിൽ ഇങ്ങനെ പറഞ്ഞ് ചിരിക്കുകയാണ് കേട്ടോ. പിന്നീട് അലീന അവിടുന്ന് അങ്ങ് അത് പോവും. കഴിഞ്ഞ് കമലയാണെങ്കിൽ ശിവനെ വിളിക്കുന്നുണ്ടായിരുന്നു. ശിവനെ വിളിച്ചിട്ട് ഇങ്ങനെ പറയും, ശിവേട്ടൻ മിക്കവാറും ഇങ്ങോട്ട് വരേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. രാജീവനാണെങ്കിൽ അലീനനെ പിടിച്ച് പുറത്താക്കിയതാണ്. എന്നിട്ട് ബാലേന്ദ്രൻ വീണ്ടും അവളെ വിളിച്ച് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് എന്ന് പറയും കേട്ടോ. എന്നിട്ട് ഒരു പ്രഖ്യാപനം അങ്ങ് നടത്തി, ബാലേന്ദ്രൻ്റെ ദത്തുപുത്രിയാണ് അവൾ എന്നുള്ളത്. അതുപോലെ തന്നെ ബാലേന്ദ്രൻ്റെ 3 മക്കൾക്കുള്ള അവകാശമൊക്കെ അവൾക്കുണ്ട് എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ പറയുമ്പോൾ, ഓ അങ്ങനെയൊക്കെ നടന്നോ, എന്നാൽ പിന്നെ ഞാൻ അയാളെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറയട്ടെ ശിവൻ, ബാലേന്ദ്രനെ വിളിക്കട്ടെ എന്ന്. അപ്പോൾ കമല പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, ബാലേന്ദ്രനാണെങ്കിൽ ഇപ്പോൾ രാജാപ്പാട്ട് കളിച്ച് നടക്കുകയാണ്, അയാൾ പറയുന്നത് ബാക്കി എല്ലാവരും അനുസരിച്ചോണം, അങ്ങനെയാണ് ഇപ്പോൾ അവിടുത്തെ സ്ഥിതി, വൈജയുടെ കാര്യം കഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശിവനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അവളെയും കൊണ്ട് റിസോർട്ടിൽ പോയ കാര്യമൊക്കെ രാജീവൻ പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തായാലും ഞാൻ രാജീവനോടും കൂടെ ഒന്ന് ആലോചിച്ചിട്ട് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം, വൈജയനെ ഞാൻ പിന്നെ വിളിച്ചോളാം എന്ന് അവളോട് പറഞ്ഞേക്കെന്ന് പറഞ്ഞ് കമലേനോട് കോള് കട്ട് ചെയ്യാൻ പറയും കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് അലീനയാണെങ്കിൽ ബാലേന്ദ്രനുള്ള ഭക്ഷണം എല്ലാം എടുത്തുകൊണ്ട് വരികയാണ് കേട്ടോ. സ്റ്റെയറൊക്കെ കയറി വരുന്ന സമയത്ത് ഡോറ് ഇങ്ങനെ ലോക്ക് ചെയ്തിട്ടുണ്ടാവും കേട്ടോ ബാലേന്ദ്രൻ. അപ്പോൾ ആദ്യം സാറേ എന്ന് വിളിക്കും കേട്ടോ അലീന, പിന്നെയാണ് മനസ്സിലാവുന്നത് അച്ഛാന്നാണല്ലോ വിളിക്കേണ്ടതെന്ന്. അപ്പോൾ വീണ്ടും അച്ഛാ അച്ഛാ എന്നിങ്ങനെ വിളിക്കുമ്പോഴാട്ടോ വന്ന് ഡോറ് തുറക്കുന്നത് ബാലേന്ദ്രൻ. അപ്പോൾ എന്തിനാ ഈ ഡോറ് ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഇങ്ങനെ ഒരു പതിവൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ, ഇതൊക്കെ ബാലേന്ദ്രൻ മനഃപൂർവ്വം ചെയ്യുന്നതാണെന്നേന്ന് പറയും കേട്ടോ. എന്തിനാന്ന് നോക്കുമ്പോൾ, നീ ആദ്യം സാറേ എന്ന് വിളിച്ചതും പിന്നെ അച്ഛാന്ന് വിളിച്ചതൊക്കെ ഞാൻ കേട്ടു, അപ്പോൾ ഇനി അതുപോലെ വിളിച്ച് പോകരുത്, അച്ഛാന്ന് മാത്രമേ വിളിക്കാവൂ എന്ന് പറയുമ്പോൾ, ഞാൻ ഇന്നലെ ജനിച്ച കുട്ടിയല്ലേ, അപ്പോൾ എനിക്ക് തെറ്റൊക്കെ പറ്റും എന്ന് പറഞ്ഞ് അലീനയാണെങ്കിലും ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ബാലേന്ദ്രനോട് പറയുകയാണ് കേട്ടോ. പിന്നീട് ബാലേന്ദ്രൻ തന്നെ പറയുന്നുണ്ടായിരുന്നു, ഇതിപ്പോൾ അച്ഛനും മോൾക്കും ഒരേ പ്രായമായല്ലോ, അച്ഛനും മകളും ഇന്നലെയാണല്ലോ ഉണ്ടായത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, അങ്ങനെയൊക്കെ ഉണ്ടാവുന്നേ, ഇപ്പോൾ അനാഥാലയത്തിലൊക്കെ വന്ന് കുട്ടികളെ ദത്തെടുക്കുന്നവർ എല്ലാ പേപ്പേഴ്സും സൈൻ ചെയ്ത് പോയി എല്ലാം കുട്ടികളെ അവർക്ക് കൊടുക്കുന്ന സമയത്താണല്ലോ അച്ഛനും അമ്മയും ആവുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്നിട്ട് ഈ മകളെ എന്താ ആരും ദത്തെടുക്കാതിരുന്നത് എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ എന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ബ്രിജിത്ത മമ്മി പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ബ്രിജിത്ത മമ്മി കൊടുത്തില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ അതെന്താ കൊടുക്കാതിരുന്നത് എന്നിങ്ങനെ ബാലേന്ദ്രൻ ചോദിക്കുമ്പോൾ, അത് ഈ മോളെ ഈ അച്ഛന് തരാൻ വേണ്ടിയിട്ടായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, അത് കറക്റ്റാണ് എന്ന് പറയും കേട്ടോ. അത് കഴിഞ്ഞ് അലീന പറയാണ്, എന്നാൽ പിന്നെ വേഗം കഴിച്ചോ, ഇനിയിപ്പോൾ ഇതിൻ്റെ ചൂട് കുറയും, ചൂട് കുറഞ്ഞാൽ പിന്നെ വേറെ ഭക്ഷണം ഉണ്ടാക്കി തരാനൊന്നും ഇവിടെ ആരും ഇല്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ അലീനയോട് നീ ഉണ്ടാക്കി തരണം എന്ന് പറയുമ്പോൾ, നേരത്തെ ഉണ്ടായിരുന്ന ജോലിക്കാരിനെ പിരിച്ചു വിട്ടിട്ടുണ്ട്, ഇപ്പോൾ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കാനൊന്നും ആരില്ല എന്ന് പറയുമ്പോൾ, അപ്പോൾ ഈ ഭക്ഷണമൊക്കെ ആരാ ഉണ്ടാക്കിയെന്ന് ചോദിക്കുമ്പോൾ, ഇതൊക്കെ ബാലേന്ദ്രൻ സാറിൻ്റെ മോൾ ഉണ്ടാക്കിയതാണ് എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴേക്കും ബാലേന്ദ്രൻ കൈ കഴുകിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അലീനയോട് പറയും, ആ കൈ ഇങ്ങ് കാണിച്ചേന്ന് പറയും കേട്ടോ. ഇനിയും ഈ അച്ഛന് ഒരുപാട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരേണ്ടതല്ലേ എന്ന് പറഞ്ഞിട്ട് ആ കയ്യിലൊരു ഉമ്മ കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അലീനയോട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ എൻ്റെ മക്കൾക്കൊക്കെ ഒരുപാട് കൊടുത്തിട്ടുണ്ട്, നിനക്കല്ലേ കിട്ടാത്തത് എന്ന് പറഞ്ഞാണ് കേട്ടോ ആ കയ്യിലൊരു ഉമ്മ കൊടുക്കുന്നത്. അലീനയാണെങ്കിലും ആ ഉമ്മ കൊടുക്കുന്ന സമയത്ത് ആ കൈ അങ്ങ് നേരെ എടുത്ത് ആ ഉമ്മ കൊണ്ട് നെറ്റിയിൽ വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അലീനയ്ക്ക് ഒരുപാട് സന്തോഷമായി. എന്നിട്ട് അത് കഴിഞ്ഞ് അലീന അവിടെ നിന്ന് അങ്ങ് തിരിഞ്ഞ് പോകാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. തിരിഞ്ഞ് പോകുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇങ്ങനെ നിന്നിട്ട് അച്ഛാ അച്ഛാ എന്നിങ്ങനെ വിളിക്കും കേട്ടോ. അപ്പോഴേക്കും ബാലേന്ദ്രൻ കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്.
അപ്പോൾ ബാലേന്ദ്രൻ വിളിയൊന്നും കേൾക്കുന്നില്ല കേട്ടോ. അപ്പോൾ എന്താ വിളി കേൾക്കാത്തതുകൊണ്ടാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അലീന. അപ്പോൾ ഞാൻ കേൾക്കാത്തതുകൊണ്ടല്ല, ഇത് കേൾക്കാനുള്ള കൊതി കൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് എന്നിങ്ങനെ ബാലേന്ദ്രനാണെങ്കിലും പറയുകയാണ്. അപ്പോൾ എന്താ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അലീനയാണെങ്കിലും അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ രണ്ടുപേർക്കും നല്ല സന്തോഷമാണ് കേട്ടോ. ബാലേന്ദ്രനാണെങ്കിലും അലീനേനെ മകളായിട്ട് അംഗീകരിച്ചതിലൊക്കെ നല്ല സന്തോഷമുണ്ട് അലീനയ്ക്ക്. തിരിച്ചും ബാലേന്ദ്രനും അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നീട് വൈജയന്തി പുറത്തേക്ക് പോകാൻ റെഡിയായിട്ട് വരുന്ന സമയത്ത് കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ടായിരുന്നു, അമ്മ എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കും കേട്ടോ. ഇനിയിപ്പോൾ അലീന ചേച്ചിനോടും അച്ഛനോടും ഉള്ള ദേഷ്യത്തിന് ഇവിടുന്ന് ഇറങ്ങി പോവാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് വൈജയന്തി കൃഷ്ണമോളോട് ഇങ്ങനെ ചോദിക്കുകയാണ്, അപ്പോൾ ഞാൻ ഇവിടുന്ന് പോകണം എന്നാണോ നിൻ്റെ ആഗ്രഹം എന്ന്. അമ്മ എവിടേക്കും പോകണ്ട, സാധാരണ അമ്മയുടെ സ്വഭാവം അങ്ങനെയാണല്ലോ, അതുകൊണ്ട് ചോദിച്ചതാണ്. അമ്മ ഈ വീട്ടിൽ സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി ഇങ്ങനെ ജീവിക്കുന്നത് കാണാൻ തന്നെയാണ് എനിക്കും ആഗ്രഹം എന്ന് പറയുമ്പോൾ ഞാനിവിടെ സമാധാനത്തോടു കൂടിയാണ് ജീവിക്കുന്നതെന്നാണോ നിൻ്റെ വിചാരം എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് വൈജയന്തി ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ 3 മക്കളുടെയും സ്ഥാനം തന്നെ അവൾക്ക് കൊടുത്ത സമയത്ത് നിങ്ങളെല്ലാവരും മിണ്ടാതെ അച്ഛനോട് ഒരക്ഷരം പറയാതെ മിണ്ടാതെ നിന്നല്ലേ എന്ന് പറയും. അപ്പോൾ ബബിത ചോദിക്കുന്നുണ്ടായിരുന്നു, ഞങ്ങൾക്ക് എന്ത് പറയാൻ കഴിയും, അച്ഛൻ പറയുന്നത് കേട്ട് നിൽക്കല്ലാതെ അമ്മയ്ക്ക് പോലും അച്ഛനെ തിരുത്താൻ പറ്റുന്നില്ല, പിന്നെയാണോ ഞങ്ങൾ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. പിന്നെ കൃഷ്ണമോളാണെങ്കിലും വൈജയന്തിനോട് പറയുന്നുണ്ടായിരുന്നു, അമ്മ അച്ഛനോട് മത്സരിക്കാതിരിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്, അച്ഛൻ ഇവിടെ ഉള്ളിടത്തോളം കാലം അലിനി ചേച്ചി ഇവിടെ ഉണ്ടാവും എന്ന് പറയാനായിട്ട്. അപ്പോൾ നീ ഇങ്ങനെ അവരുടെ കൂടെ റിസോർട്ടിലേക്ക് പോയപ്പോൾ ഇപ്പോൾ അവരുടെ സൈഡാണല്ലോ സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം അലീന ചേച്ചിയുടെ കൂടെ തന്നെയായിരുന്നു. അലീന ചേച്ചിനെ ഞാൻ എൻ്റെ സ്വന്തം ചേച്ചീനെ പോലെ തന്നെയാണ് കണ്ടിരുന്നത്. ഞാൻ നോക്കുമ്പോൾ അലീന ചേച്ചിയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, ഞങ്ങളെയും ചേച്ചി സഹോദരങ്ങളെ പോലെയൊക്കെ തന്നെയാണ് കാണുന്നത് എന്നൊക്കെ പറയൂട്ടോ. അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് ഇങ്ങനെ അച്ഛനോട് മത്സരിക്കാതിരിക്കുന്നത് തന്നെയായിരിക്കും നല്ലതെന്നൊക്കെ പറഞ്ഞ് കൃഷ്ണമോൾ അവിടുന്ന് പോകട്ടോ. അപ്പോൾ വൈജയന്തിക്കാണെങ്കിലും നല്ല ദേഷ്യമാണ്. അപ്പോൾ ബബിത പറയുന്നുണ്ട് അവൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ എന്ന്. അമ്മ എവിടേക്കാണ് പോകുന്നതെന്ന് നോക്കിയിട്ട് അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഞാൻ അമ്മേനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാണ്, അമ്മേനെ ചെക്കപ്പ് നടത്തി കൊല്ലപ്പള്ളിയിലേക്ക് കൊണ്ടാക്കും, അമ്മേനെ നോക്കാനാണെന്ന് പറഞ്ഞാണല്ലോ അവൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ആ പേരും പറഞ്ഞ് അവൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, പിന്നെ അവൾക്ക് ഇങ്ങനെ കൊടുത്ത സ്ഥാനം അത് ഞാൻ കൊടുത്ത ആളെ കൊണ്ട് തന്നെ തിരിച്ചെടുപ്പിച്ചോളാം എന്നൊക്കെയാണ് വൈജയന്തി പറയുന്നത്. അപ്പോൾ ഇതേ സമയം മുത്തശ്ശീനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അലീനയാണെങ്കിലും ചന്ദനമൊക്കെ തൊട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം പൊട്ട് തൊട്ടുതരാമെന്ന് പറയുമ്പോൾ മുത്തശ്ശി വേണ്ടാന്ന് പറയും കേട്ടോ. എന്നാൽ പിന്നെ ഒരു ചന്ദനക്കുറി ആയിക്കോട്ടെ എന്ന് പറയുമ്പോൾ അതാവാന്ന് പറയും. അപ്പോൾ മുത്തശ്ശിക്ക് ചന്ദനക്കുറിയൊക്കെ തൊട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു കണ്ണാടിയൊക്കെ എടുത്ത് കൊടുത്ത് അതിൽ നോക്കാനൊക്കെ പറയുന്നുണ്ട്, ഇപ്പോൾ സുന്ദരിയായോ എന്ന് നോക്കിയെന്നൊക്കെ പറയും. അപ്പോൾ ഈ സമയത്താണ് വൈജയന്തി റൂമിലേക്ക് കയറി വരുന്നത് കേട്ടോ. അപ്പോൾ അമ്മ റെഡി ആയോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ റെഡി ആയി എന്ന് പറയും. ഹോസ്പിറ്റലിലേക്ക് പോകാനല്ലേ എന്ന് പറയും. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടെന്ന് അമ്മേനോട് ആരാ പറഞ്ഞതെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അലീനയാന്ന് പറയുന്നുണ്ട്. എന്നിട്ട് വൈജയന്തി ചോദിക്കുകയാണ്, അമ്മയുടെ ബാഗൊക്കെ എവിടെയെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അവിടെ ഉണ്ട് എന്ന് പറയും. അങ്ങനെ വൈജയന്തി അലമാരയൊക്കെ തുറന്ന് അതിൽ നിന്ന് ഒരു ബാഗൊക്കെ എടുത്ത് മുത്തശ്ശിയുടെ ഡ്രസ്സെല്ലാം അതിലേക്ക് എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ എന്തേ ചെയ്യുന്നത്, എന്തിനാ ഈ ഡ്രസ്സൊക്കെ എടുക്കുന്നതെന്നൊക്കെ ഒരുപാട് തവണ ചോദിക്കുന്നുണ്ട്. പക്ഷേ വൈജയന്തി ആണെങ്കിൽ ഒരക്ഷരം മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് പിന്നീട് പുറത്ത് പോയിട്ട് ഒരു പെട്ടിയും കൂടെ എടുത്ത് കൊടുന്ന് വെക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും അതിലേക്ക് മുത്തശ്ശിയുടെ ഡ്രസ്സെല്ലാം എടുത്ത് വെക്കുകയാണ്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ മാഡം ഇത്, അപ്പോൾ മുത്തശ്ശീനെ ഹോസ്പിറ്റലിലേക്കല്ലേ കൊണ്ടുപോകുന്നത്, അപ്പോൾ എന്താ അവിടെ അഡ്മിറ്റ് ആക്കാൻ കൊണ്ടുപോകുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ മുത്തശ്ശീനോട് അമ്മയുടെ മരുന്നൊക്കെ എവിടെ ഇരിക്കുന്നതെന്നും കൂടെ ചോദിക്കുന്നുണ്ടായിരുന്നേ വൈജയന്തി. അപ്പോൾ മുത്തശ്ശി വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, കുറേ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് പിന്നീട് ലാസ്റ്റാണോ എന്ന് പറയുന്നത്, അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്കപ്പ് നടത്തിയിട്ട് ഞാൻ നേരെ കൊല്ലപ്പള്ളിയിൽ കൊണ്ടാക്കുമെന്ന് പറയാണ് കേട്ടോ. സാധാരണ അമ്മമാരെ നോക്കേണ്ടത് ആൺമക്കളല്ലേ, ഇനിയിപ്പോൾ അമ്മയുടെ തറവാട് അവിടെയാണല്ലോ, അതുകൊണ്ട് ശിവേട്ടൻ്റെ അടുത്ത് നിന്നാൽ മതി എന്നാട്ടോ പറയുന്നത്. അത് കേൾക്കുമ്പോഴേ മുത്തശ്ശിക്ക് പറ്റുന്നില്ല കമലയുടെ അടുത്തോട്ടോ. എന്നാൽ പിന്നെ നീ നേരെ എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ആ റോഡിലേക്ക് അങ്ങ് ഇറക്കി വിട്ടാൽ മതി, ഞാൻ ഭിക്ഷ എടുത്തെങ്കിലും ജീവിച്ചോളാം എന്നാട്ടോ പറയുന്നത്. കമലയുടെ അടുത്തേക്ക് പോകുന്നത് മുത്തശ്ശിക്ക് അത്രയും പ്രയാസമാണെന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. പിന്നെ അത് കഴിഞ്ഞാണെങ്കിൽ അലീനയോട് പറയുന്നുണ്ടായിരുന്നു, നീയും റെഡി ആയിക്കോ, നീ അമ്മേനെ നോക്കാൻ വേണ്ടിയിട്ട് വന്നതല്ലേ, അപ്പോൾ നീ ഇനി കൊല്ലപ്പള്ളിയിൽ നിന്ന് അമ്മേനെ നോക്കിയാൽ മതി എന്ന് പറയും കേട്ടോ. അപ്പോൾ ഞാൻ കൊല്ലപ്പള്ളിയിലേക്ക് പോവില്ല എന്നാണ് അലീന പറയുന്നത്. അപ്പോൾ ഞാൻ ഇവിടുത്തെ ജോലിക്കാരിയൊന്നും അല്ല എന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിന്നെ ഞാൻ ഇവിടുന്ന് പുറത്താക്കിയിട്ട് നീ വീണ്ടും ഇങ്ങോട്ട് തന്നെ വന്നതല്ലേ, അപ്പോൾ ഞാൻ തിരിച്ചു വന്ന ശേഷം ഞാൻ ഇവിടുത്തെ ജോലിക്കാരിയല്ല, ഞാൻ ഇവിടുത്തെ അച്ഛൻ്റെ മകളാണെന്ന് പറയും കേട്ടോ. അത് കേൾക്കുമ്പോഴേ വൈജയന്തിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ബാലേന്ദ്രൻ വായ കൊണ്ട് മകളാണെന്ന് പറഞ്ഞാൽ നീ അങ്ങ് മകളാവൂടി എന്നൊക്കെ കേട്ടോ വൈജയന്തി ചോദിക്കുന്നത്. അപ്പോൾ മകളാണോ എന്നല്ല, മകളായി കഴിഞ്ഞല്ലോ എന്ന് പറയും. മേഡം എൻ്റെ അമ്മയുമാണ് എന്ന് പറയുമ്പോൾ വൈജയന്തിക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് എന്ന് പറഞ്ഞൊരു ആട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ നിൻ്റെ അമ്മയാവാനോ എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ അതാണ് സത്യം എന്നിങ്ങനെ അലീന പറയും. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ച്. പിന്നെ നാളത്തെ പ്രമോ കാണിക്കുന്നുണ്ട്. അലീന പറയുന്നുണ്ടായിരുന്നു വൈജയന്തിനോട്, എനിക്ക് കിട്ടിയ സ്ഥാനം കളയാൻ ഞാൻ എന്തായാലും തയ്യാറല്ലാന്ന്. അങ്ങനെ മുത്തശ്ശീനെ വൈജയന്തിയും അലീനയും പിടിച്ച് കാറിൽ കൊണ്ട് കയറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശി വൈജയന്തിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്നെ രക്ഷിക്കാൻ കൊണ്ടുപോകുവാണോ ശിക്ഷിക്കാൻ കൊണ്ടുപോകുവാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്തായാലും മുത്തശ്ശീനെ കൊല്ലപ്പള്ളിയിൽ കൊണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കമലയാണെങ്കിലും മുത്തശ്ശീനോട് പറയുന്നുണ്ടായിരുന്നു, എന്തായാലും അധികകാലം ഞാൻ
ഞാനിവിടെ കിടത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ കമല. കമലയ്ക്ക് മുത്തശ്ശീനെ ഇഷ്ടമല്ല, മുത്തശ്ശിക്കാണെങ്കിൽ കമലേനെ ഇഷ്ടമല്ല. അപ്പോൾ കമലയാണെങ്കിലും അങ്ങനെയായിരുന്നല്ലോ നോക്കിയിരുന്നത്. അലീന വന്ന ശേഷമാണല്ലോ മുത്തശ്ശി ഒന്ന് റെഡി ആയത്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ മുത്തശ്ശിക്കും ആകെ ഒരു സങ്കടമൊക്കെ ആവുന്നുണ്ട് കേട്ടോ കൊല്ലപ്പള്ളിയിലെത്തിയിട്ട്. അലീനയാണെങ്കിൽ ബാലേന്ദ്രനെ അച്ഛ എന്ന് വിളിക്കുന്നത് ഇഷ്ടപ്പെടാതെ വൈജയന്തി അലീനനെ ചോദ്യം ചെയ്യുന്നു കാണിക്കുന്നുണ്ട്.